നോക്കാൻ പോകുന്നത് ഗിൽഫോർഡിൻ്റെ ട്രേറ്റ് തിയറിയാണ്. JP ഗിൽഫോർഡും ആൾപോർട്ടറിനെയും കാറ്റലിനെയും പോലെ ഒരു ട്രേറ്റ് തിയറിസ്റ്റാണ്. അദ്ദേഹം പേഴ്സണാലിറ്റിയെ ഡിഫൈൻ ചെയ്തത്. പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് ഒരു ഇൻഡിവിജ്വലിൻ്റെ ട്രേറ്റിൻ്റെ യുണീക്കായിട്ടുള്ള പാറ്റേണാണ് പേഴ്സണാലിറ്റി. ഒന്നുകൂടെ പറയാം, പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് ട്രേറ്റിൻ്റെ ഒരു യുണീക്കായിട്ടുള്ള പാറ്റേണാണ്. അദ്ദേഹം ഫാക്ടർ അനാലിസിസ് എന്ന് പറയുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സ് ഉപയോഗിച്ചുകൊണ്ട് 7 മൊഡാലിറ്റീസ് ഓഫ് ട്രേറ്റ്സിനെ കണ്ടെത്തി. അപ്പം 7 മൊഡാലിറ്റീസ് എന്ന് പറഞ്ഞാൽ 7 ഡിഫറെൻറ്റ് ഡയറക്ഷൻ എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് പലതരം ട്രേറ്റുകൾ കൂടി ചേർന്നുണ്ടാകുന്ന ഒരു കാര്യമായിട്ടല്ല അദ്ദേഹം പേഴ്സണാലിറ്റി മനസ്സിലാക്കിയിരിക്കുന്നത്. മറിച്ച് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് ഒരു വോളായിട്ടുള്ള സിംഗിളായിട്ടുള്ള ഒരു എൻറ്റിറ്റി ആണെന്നാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. നമുക്ക് 7 മൊഡാലിറ്റീസ് ഉണ്ട്. ഈ 7 മൊഡാലിറ്റീസ് വഴി എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പേഴ്സണാലിറ്റീനെ മനസ്സിലാക്കാൻ പറ്റുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഈ 7 മൊഡാലിറ്റീസാണ്: 1 മോർഫോളജിക്കൽ, 2 ഫിസിയോളജിക്കൽ, 3 നീഡ്സ്, 4 ഇൻട്രസ്റ്റ്, 5 ആറ്റിറ്റ്യൂഡ്സ്, 6 ആപ്റ്റിറ്റ്യൂഡ്സ്, 7 ടെമ്പറമെൻറ്റ്. ഇതിൽ ആദ്യത്തെ 2 ട്രേറ്റുകൾ സൊമാറ്റിക് ട്രേറ്റും പിന്നെ വരുന്ന 5 എണ്ണം ബിഹേവിയർ ആസ്പെക്ട്സും ആണ്. ഇനി നമുക്ക് ഈ വരുന്ന മൊഡാലിറ്റീസ് ഓരോന്നും എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായി നമുക്ക് സൊമാറ്റിക് ട്രേറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. സൊമാറ്റിക് ട്രേറ്റ്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, 2 എണ്ണം ഉണ്ട്: ഫിസിയോളജിക്കലും മോർഫോളജിക്കലും. അപ്പോൾ ഫിസിയോളജിക്കൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹാർട്ട് റേറ്റ്, ബ്രീത്തിങ് റേറ്റ്, ഹോർമോണൽ ലെവൽ, ബ്ലഡ് ഷുഗർ, അങ്ങനെയുള്ള കാര്യങ്ങളെയാണ് ഫിസിയോളജിക്കൽ ട്രേറ്റ് എന്ന് പറയുന്നത്. ഇതെന്ന് പറഞ്ഞാൽ ഫിസിക്കൽ ഫങ്ഷനാണ്. ഫിസിയോളജിക്കൽ ട്രേറ്റ്സ് എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ ഫങ്ഷനാണ്. അടുത്താണ് മോർഫോളജിക്കൽ ട്രേറ്റ്. മോർഫോളജിക്കൽ ട്രേറ്റ് എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ ആട്രിബ്യൂട്ട്സിനെയാണ് മോർഫോളജിക്കൽ ട്രേറ്റ്സ് എന്ന് പറയുന്നത്. ഉദാഹരണം പറഞ്ഞാൽ ഫിസിക്, ഹെഡ് സൈസ്, ലെങ്ത് ഓഫ് ദി ഹാൻഡ് ആൻഡ് ലെഗ്സ്, പിന്നെ സൈസ് ഓഫ് ഇയർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഫിസിക്കൽ ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത്. ഒന്നും കൂടെ ഓർക്കുക, ഫിസിയോളജിക്കൽ ട്രേറ്റ് എന്ന് പറയുമ്പോൾ ഫിസിക്കൽ ഫങ്ഷനും മോർഫോളജിക്കൽ ട്രേറ്റ് എന്ന് പറയുമ്പോൾ ഫിസിക്കൽ ആട്രിബ്യൂട്ടും ആണ്. ഇനി നമുക്ക് അടുത്ത സെറ്റ് ഓഫ് ട്രേറ്റിലേക്ക് പോകാം. അതിന് നമുക്ക് ഹോർമെറ്റിക് ട്രേറ്റ്സ് എന്ന് പറയാം. ഈ ഹോർമെറ്റിക് ട്രേറ്റ്സ് എന്ന് പറഞ്ഞാൽ നീഡ്സ്, ഇൻട്രസ്റ്റ്, ആറ്റിറ്റ്യൂഡ്, ഇങ്ങനെ 3 ട്രേറ്റുകൾ ചേർന്ന് വരുന്നതിനെ നമ്മൾ പറയുന്നതാണ് ഹോർമെറ്റിക് ട്രേറ്റ്സ് എന്ന് പറയുന്നത്. ഹോർമെറ്റിക് എന്ന് പറഞ്ഞാൽ അഡാപ്റ്റീവ് റെസ്പോൺസ് എന്നാണ് അതിനർത്ഥം. എന്ന് പറഞ്ഞാൽ നമ്മുടെ എൻവയോൺമെൻറ്റുമായി അതിൻ്റെ ഡിമാൻഡ്സുമായിട്ട് നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നതിനെയാണ് ഹോർമെറ്റിക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ അഡോപ്റ്റ് ചെയ്യുന്ന റെസ്പോൺസിനെയാണ് ഹോർമെറ്റിക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ നീഡും ഇൻട്രസ്റ്റും ആറ്റിറ്റ്യൂഡും ഇത് 3നുമുള്ള കോമൺ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് മോട്ടിവേഷനാണ്. ഇത് കൂടുതലും ബന്ധപ്പെട്ടിരിക്കുന്നത് മോട്ടിവേഷനായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ട്രേറ്റുകൾ എന്തെങ്കിലും ഒരു ആക്ഷനിലേക്ക് ലീഡ് ചെയ്യുന്നു. നീഡ് എന്താണെന്ന് നോക്കാം. നീഡ് എന്ന് പറയുമ്പോൾ റിലേറ്റീവ്ലി പെർമനൻ്റ് ആയിട്ടുള്ള ഒരു ഡിസ്പൊസിഷനാണ്. അതെന്ന് പറയുമ്പോൾ ആളുകളെ എന്തെങ്കിലും ഒരു ഗോളിലേക്കോ എന്തെങ്കിലും ഒരു കണ്ടീഷനിലേക്കോ എന്ത് ചെയ്യുന്നു, മോട്ടിവേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ അതിലേക്ക് ലീഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ നീഡ്സ് എന്ന് പറയുന്നത്. ഇവിടെ കൊടുത്തിരിക്കുന്ന ഉദാഹരണം എന്ന് പറഞ്ഞാൽ പ്രസ്റ്റീജ് ഒരു നീഡാണ്, അതുപോലെ തന്നെ ഫുഡ് ഒരു നീഡാണ്. അപ്പം അത് അറ്റൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, പല ബിഹേവിയറിലേക്കും ഇൻവോൾവ് ആവുന്നുണ്ട്. അടുത്താണ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഒരു ജനറലൈസ്ഡ് ബിഹേവിയർ ടെൻഡൻസിയാണ്. അപ്പം അതായത് ഇൻട്രസ്റ്റ് എന്ന് പല കാര്യങ്ങളോടും ആവാം, പല സ്റ്റിമുലസിനോടും ആവാം നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും. അത് പൊതുവെ ഒരു ജനറലൈസ്ഡ് നേച്ചറാണ് അതിനകത്ത് ഉണ്ടാവുന്നത്. അപ്പോൾ ഈ ഒരു ഇൻട്രസ്റ്റ് നമ്മുടെ ബിഹേവിയറിനെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. പല കാര്യം ചെയ്യുന്നതിലേക്ക്, നമ്മുടെ ഗോൾ അറ്റൈൻ ചെയ്യുന്നതിലേക്ക് ഈ ഒരു ഇൻട്രസ്റ്റ് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. ഇനി അടുത്താണ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അടുത്ത ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു വസ്തുവിനോടോ കാര്യത്തോടോ ഉള്ള നമ്മുടെ സമീപനം എന്നാണല്ലോ. അത് പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം, ഫേവർ ആവാം, അൺഫേവറും ആവാം. മാത്രമല്ല ഇതൊരു ഡിസ്പൊസിഷൻ കൂടിയാണ്. അതായത് ഒരു വേ ഓഫ് തിങ്കിങ്, വേ ഓഫ് ബിഹേവിങ്, അതുകൂടിയാണ് ഈ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അപ്പോൾ ആറ്റിറ്റ്യൂഡിനകത്ത് 3 കാര്യങ്ങൾ ഇൻവോൾവ് ആയിട്ടുണ്ട്. അതിനകത്ത് ഫീലിംഗ് ഉണ്ടാവും, ബിലീഫ് ഉണ്ടാവും, ആക്ഷൻ ഉണ്ടാവും. അതായത് എനിക്കൊരു സെർട്ടൺ കാര്യത്തോട്, ഇപ്പം മൂവി കാണുന്നു എന്ന ഒരു കാര്യത്തോട് എനിക്കെന്താണ് പോസിറ്റീവായിട്ടൊരു മൂവി കണ്ടു കഴിഞ്ഞാൽ ഓക്കെ കുറച്ച് അറിവ് കിട്ടും എന്നൊരു ആറ്റിറ്റ്യൂഡ്, ബിലീഫ് ഉണ്ടാവാം. എനിക്ക് അതിനോട് ഫീലിംഗ് ഉണ്ടാവും, ഒരു ഇഷ്ടം എന്നുള്ള ഫീലിംഗ് തോന്നിയേക്കാം. പലപ്പോഴും ഞാൻ ഈ ഒരു ഇത് കാരണം തന്നെ ആ ഒരു മൂവി കാണാൻ വേണ്ടി പോകാനോ അല്ലെങ്കിൽ അങ്ങനെ തിയേറ്ററിൽ പോയി ഇത് കാണാനോ സിനിമ ഫോണിൽ ഡൗൺലോഡ് ചെയ്ത് കാണാനൊക്കെയുള്ള ടെൻഡൻസി ഉണ്ടാവും. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു ആറ്റിറ്റ്യൂഡിന് എന്തുണ്ടാവും, ബിഹേവിയർ ഉണ്ടാവും, ബിലീഫ് ഉണ്ടാവും, ബിഹേവിയർ ഉണ്ടാവും, ഫീലിങ്സും ഉണ്ടാവും. നമ്മുടെ ഓരോ വിഷയങ്ങളെ സംബന്ധിച്ചുള്ള നമ്മുടെ ആറ്റിറ്റ്യൂഡാണ് നമ്മൾ എങ്ങനെ ചിന്തിക്കണം, എങ്ങനെ പെരുമാറണം, നമ്മൾ എങ്ങനെ ആ വിഷയത്തെപ്പറ്റി ഫീൽ ചെയ്യണം എന്നൊക്കെ ഉള്ളത് തീരുമാനിക്കുന്നത്.
ഇനി അടുത്താണ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ഒരു കാര്യം പെർഫോം ചെയ്യാനായിട്ടുള്ള അയാളുടെ എബിലിറ്റിനെയാണ് നമ്മൾ ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. പക്ഷേ എന്നാൽ ആപ്റ്റിറ്റ്യൂഡും എബിലിറ്റിയും രണ്ടായിട്ടുള്ള കാര്യമാണ്. അതായത് എല്ലാ ആപ്റ്റിറ്റ്യൂഡുകളും എബിലിറ്റിയാണ്, എന്നാൽ എല്ലാ എബിലിറ്റികളും ആറ്റിറ്റ്യൂഡല്ല. ഓക്കെ, അതൊന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇവിടെ തന്നെ പറഞ്ഞിരിക്കുന്ന ഒരു ഉദാഹരണമുണ്ട്. ഒരാൾ ഒരു ടാളായിട്ടുള്ള ഇച്ചിരി പൊക്കം കൂടിയ ഒരാളാണെങ്കിൽ അയാൾക്ക് ഷെൽഫിന് മുകളിലിരിക്കുന്ന പുസ്തകങ്ങളോ കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് എളുപ്പമുണ്ടാകും. അതിന് നമുക്ക് അയാളുടെ എബിലിറ്റി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ അതൊരിക്കലും ഒരു ആപ്റ്റിറ്റ്യൂഡല്ല. അതായത് നമ്മളിവിടെ പറഞ്ഞ പോലെ എല്ലാ ആപ്റ്റിറ്റ്യൂഡുകളും എബിലിറ്റിയാണ്, എന്നാൽ എല്ലാ എബിലിറ്റികളും ആപ്റ്റിറ്റ്യൂഡ് അല്ല. ഓക്കെ, മറ്റാളായിട്ടുള്ള ആൾക്കാർക്ക് ആളിന് മേളിലിരിക്കുന്ന ഷെൽഫ് എടുക്കാൻ പറ്റുന്ന അയാളുടെ എബിലിറ്റിയാണ്, പക്ഷേ അതൊരു ആപ്റ്റിറ്റ്യൂഡായിട്ട് നമുക്ക് കണക്കാക്കാൻ വേണ്ടി പറ്റത്തില്ല. അപ്പോൾ എന്താണ് ആപ്റ്റിറ്റ്യൂഡിന് ഉദാഹരണമായിട്ട് പറയുക? ആപ്റ്റിറ്റ്യൂഡിന് ഉദാഹരണമായിട്ട് പറയാം, നമുക്കിപ്പം മാത്സിനകത്ത് നല്ല കഴിവുണ്ടായിരിക്കാം, അല്ലെങ്കിൽ സ്പോർട്സിനകത്ത്, ഡാൻസിനകത്ത്, പാട്ട് പാടുന്നതിനകത്ത് ഒക്കെ അയാൾക്ക് കഴിവുണ്ടാകും. ഇവിടെ മറ്റൊരു കാര്യം കൂടെ പറയണം, ആപ്റ്റിറ്റ്യൂഡും ഇൻട്രസ്റ്റും രണ്ടാണ്. അതായത് ഒരാൾക്കൊരു വിഷയത്തിനകത്ത് വലിയ ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടെന്ന് വിചാരിച്ച് അയാൾക്ക് അതിനകത്ത് ഇൻട്രസ്റ്റ് ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. ഇത് ഞാൻ അഡീഷണൽ ആയിട്ട് തന്നെ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, അപ്പം ഇതാണ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഗിൽഫോർഡ് പറയുന്നത് 3 തരത്തിലുള്ള ആപ്റ്റിറ്റ്യൂഡുകൾ ഉണ്ടെന്നാണ്. 1 പെർസെപ്ഷ്യൽ ആപ്റ്റിറ്റ്യൂഡ്, 2 സൈക്കോമോട്ടർ ആപ്റ്റിറ്റ്യൂഡ്, 3 ഇൻ്റലിജൻസ്. ഒന്നാമത്താണ് പെർസെപ്ഷ്യൽ ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. പെർസെപ്ഷ്യൽ ആപ്റ്റിറ്റ്യൂഡ് നമ്മുടെ സെൻസ് ഓർഗൻസുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യമാണ്. അത് വിഷ്വൽ, ഓഡിറ്ററി, കൈനസ്തെറ്റിക് ആയിട്ടുള്ള ഇതൊക്കെയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യമാണ്. ഇതിൻ്റെ ഒരു ഉദാഹരണം പറയുകയാണ്, ബോഡി മൂവ്മെൻറ്റ് മനസ്സിലാക്കാനുള്ള നമ്മുടെ ഒരു കഴിവ്, അതുപോലെ തന്നെ സെൻസിറ്റിവിറ്റി ടു സൗണ്ട്, പിന്നെ വിഷ്വലോസിറ്റി, അങ്ങനെയൊക്കെ ഉള്ളത് ഇതിൻ്റെ ഉദാഹരണമായിട്ട് പറയാം. ഇനി അടുത്താണ് സൈക്കോമോട്ടർ ആപ്റ്റിറ്റ്യൂഡ്സ് എന്ന് പറയുന്നത്. ഈ സൈക്കോമോട്ടർ ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫിസിക്കലായിട്ടുള്ള കാര്യങ്ങളെ കോർഡിനേറ്റ് ചെയ്യാനുള്ള നമ്മുടെ എബിലിറ്റിനെയാണ്, അല്ലാതെ മനസ്സിലാക്കാനുള്ള നമ്മുടെ എബിലിറ്റിനെയാണ് നമ്മൾ സൈക്കോമോട്ടർ ആപ്റ്റിറ്റ്യൂഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഫിസിക്കൽ എഡ്യൂക്കേറ്റേഴ്സിനും ഡാൻസ് ഇൻസ്ട്രക്ടേഴ്സിനും അത്ലറ്റിക് കോച്ചസിനൊക്കെ ഈ സൈക്കോമോട്ടർ ആപ്റ്റിറ്റ്യൂഡ് വളരെ കൂടുതലായിരിക്കും. കാരണം അതുകൊണ്ടാണ് അവർക്ക് ആ ഒരു ജോലി ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അടുത്താണ് ഇൻ്റലിജൻസ്. ഗിൽഫോർഡിൻ്റെ ഇൻ്റലിജൻസ് തിയറി നമ്മൾ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത് പഠിക്കുന്ന കാര്യമാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് എന്താണ്, 3ആയിട്ട് അദ്ദേഹം തിരിച്ചിട്ടുണ്ട്: ഓപ്പറേഷൻ, പ്രൊഡക്റ്റ് ആൻഡ് കണ്ടൻറ്റ് എന്ന് പറയുന്നത്. ഈ ഓപ്പറേഷനെയും പ്രൊഡക്റ്റിനെയും വീണ്ടും സബ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഓപ്പറേഷൻസ് 5 ഉണ്ടെന്നും, പ്രൊഡക്റ്റ് 6 ഉണ്ടെന്നും, പിന്നെ കണ്ടൻറ്റ് 4 ഉണ്ടെന്നും. അപ്പോൾ ഇതിൻ്റെ ഒരു കോമ്പിനേഷനായിട്ട് 120 ഫാക്ടേഴ്സ് ഉണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അപ്പം ആ ഒരു തിയറി, അല്ലെങ്കിൽ ഇൻ്റലിജൻസ് തിയറി കുറച്ച് പഠിച്ചിട്ടുള്ളവർക്കാണെങ്കിൽ ഇത് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. നമുക്ക് ഒത്തിരി ഡെപ്തിലേക്ക് പോകേണ്ട ആവശ്യമില്ല. അപ്പം ഇത്ര എഴുതുക, അദ്ദേഹം ഇൻ്റലിജൻസിനെ 3 കാര്യത്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് മനസ്സിലാക്കിയിരിക്കുന്നത്: ഓപ്പറേഷൻ, പ്രോഡക്റ്റ് ആൻഡ് കണ്ടൻറ്റ്. അടുത്താണ് ടെമ്പറമെൻറ്റ്. നമ്മൾ കഴിഞ്ഞ തിയറികളിലെല്ലാം തന്നെ ടെമ്പറമെൻറ്റിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. ആ ടെമ്പറമെൻ്റ് എന്ന് പറയുമ്പോൾ ഒരാൾക്ക് അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് ഒരു ബിഹേവിയർ പെർഫോം ചെയ്യുന്ന അയാളുടെ ആ ഒരു സ്റ്റൈലിനെ, ആ ഒരു മാനറിനെയാണ് നമ്മൾ ടെമ്പറമെൻറ്റ് എന്ന് പറയുന്നത്. ഇത് കുറച്ചും കൂടെ ബയോളജിക്കലി നമുക്ക് കിട്ടുന്ന കാര്യമാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ ഇമ്പൾസിവിറ്റി, ടോളറൻസ്, അതുപോലെ ഇറിറ്റബിലിറ്റി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ടെമ്പറമെൻറ്റിൻ്റെ ഗണത്തിൽ പെടുത്താവുന്നതാണ്. അപ്പോൾ ഇദ്ദേഹം തന്നെ ഒരു ടെമ്പറമെൻറ്റ് അളക്കാനായിട്ടൊരു ടൂൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഗിൽഫോർഡ് സിമ്മർമാൻ ടെമ്പറമെൻറ്റ് സർവേ എന്ന് പറയുന്ന ഒരു ടൂളാണ് ഇൻവെൻ്ററിയാണ് അദ്ദേഹം കണ്ടെത്തിയിട്ടുള്ളത്. ഇതിനകത്ത് 10 ബൈപ്പോളർ ട്രേറ്റുകൾ ഉണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഞാനത് വായിക്കുന്നില്ല. അപ്പം അത് നിങ്ങൾ തന്നെ ഒന്ന് വായിച്ച് നോക്കുക. അദ്ദേഹം വീണ്ടും പറഞ്ഞ മറ്റൊരു കാര്യമാണ്, ട്രേറ്റുകൾക്ക് 3 ലെവൽസ് ഓഫ് ട്രേറ്റ് ജനറാലിറ്റീസ് ഉണ്ടെന്നാണ് പറഞ്ഞത്. ഈ ട്രേറ്റ് ജനറാലിറ്റീസ് എന്ന് പറഞ്ഞാൽ ഒരു ട്രേറ്റ്സ് അത് എത്രമാത്രം ഒരു സിറ്റുവേഷനിൽ മാറ്റപ്പെടുന്നു, അല്ലെങ്കിൽ എത്രമാത്രം കൺസിസ്റ്റൻ്റ് ആയിട്ട് നിലനിൽക്കുന്നു എന്നുള്ളതിനെ അടിസ്ഥാനമാണ് നമ്മൾ ട്രേറ്റ് ജനറാലിറ്റീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നാമത്താണ് ഹെക്സിക് എന്ന് പറയുന്നത്, ഹെക്സിക് ലെവൽ. അപ്പോൾ അതെന്ന് പറയുമ്പോൾ അത് ചില സിറ്റുവേഷനിൽ മാത്രമേ അത്തരത്തിലുള്ള ട്രേറ്റുകൾ പുറത്ത് വരത്തുള്ളൂ. ഇവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒരു ഷൈ ആയിട്ടുള്ള ഒരാൾ, അയാൾ പുറത്ത് നോക്കുമ്പോഴെല്ലാം ഷൈ ആയിട്ടായിരിക്കും, പക്ഷേ അയാളുടെ ഏറ്റവും കോറായിട്ടുള്ള ഫ്രണ്ട് സർക്കിളിൽ അയാൾ ചിലപ്പോൾ ഡൊമിനൻറ്റും അഗ്രസീവായിട്ടൊക്കെ പെരുമാറിയേക്കാം. അപ്പോൾ ഇവിടെ ഡൊമിനൻസും അഗ്രസീവാണ് അയാളുടെ ഹെക്സിക് ട്രേറ്റ് ആയിട്ട് വരുന്നത്. എന്ന് പറഞ്ഞാൽ അത് വളരെ ചുരുക്കം ചില സിറ്റുവേഷനിൽ മാത്രമേ പുറത്തോട്ട് വരത്തുള്ളൂ. ഓക്കെ, അടുത്ത ലെവൽ ഓഫ് ട്രേറ്റ് ആണ്, അതാണ് പ്രൈമറി ട്രേറ്റ്സ് എന്ന് പറയുന്നത്. പ്രൈമറി ട്രേറ്റ്സ് എന്ന് പറഞ്ഞാൽ ഏറെക്കുറെ എല്ലാ സിറ്റുവേഷനിലും ഒരേപോലെ കാണപ്പെടുന്ന ട്രേറ്റുകളെയാണ് പ്രൈമറി ട്രേറ്റ്സ് എന്ന് പറയുന്നത്. ഇപ്പം എഗ്രിയബിൾനെസ് ആവാം, ഡൊമിനൻസ് ആവാം, ഷൈനസ് ആവാം, അങ്ങനെ ഏത് ട്രേറ്റ് വേണമെങ്കിലും ആവാം. പക്ഷേ അതൊക്കെ ഒരാളിൽ ഏറെക്കുറെ എല്ലാ സിറ്റുവേഷനിലും ഒരേപോലെ ഉണ്ടായിരിക്കണം. ഓക്കെ, ഇനി അടുത്താണ്
ടൈപ്പ് എന്ന് പറയുന്നത്. ടൈപ്പ് എന്ന് പറഞ്ഞാൽ പല പ്രൈമറി ട്രേറ്റുകൾ കൂടി ചേർന്നുകൊണ്ട് ഉണ്ടാകുന്ന കുറച്ചും കൂടെ ബ്രോഡായിട്ടുള്ള അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള ഒരു തരത്തിലുള്ള ട്രേറ്റുകളെയാണ് നമ്മൾ ടൈപ്പ് എന്ന് പറയുന്നത്. ഇപ്പം ടൈപ്പ് ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ എക്സ്ട്രോവേഷൻ ഇൻട്രോവേഷനൊക്കെ ഒരു ടൈപ്പ് എന്ന നിലയിൽ നമുക്ക് പറയാൻ പറ്റും. ഇപ്പോൾ സൈക്കോട്ടിസം, ന്യൂറോട്ടിസം ഇതൊക്കെ നമുക്ക് ടൈപ്പായിട്ട് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എക്സ്ട്രോവേഷൻ ഒരു ഉദാഹരണമായിട്ട് എടുക്കുകയാണെങ്കിൽ ഇപ്പം ബാക്കിയുള്ള പ്രൈമറി ട്രേറ്റുകളായിട്ടുള്ള സോഷ്യബിലിറ്റി, ഓറിയൻറ്റേഷൻ ടുവേഴ്സ് എക്സ്റ്റേണൽ റിയാലിറ്റി, ഇമ്പൾസീവ്നെസ്, ലവ് ഓഫ് ഫോർ കോണ്ടാക്ടിങ് അതേഴ്സ് ഇങ്ങനെയുള്ള പല പ്രൈമറി ട്രേറ്റ്സുകളും ചേർന്നുകൊണ്ട് നമുക്ക് എക്സ്ട്രോവേർട്ട് എന്ന് പറയുന്ന ഒരു ടൈപ്പ് കണ്ടെത്താനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഗിൽഫോർഡിൻ്റെ പേഴ്സണാലിറ്റി തിയറിക്കകത്ത് പറയുന്നത്.